മൊബൈലിൽ പഞ്ചാരവാക്കിലൂടെ വശീകരിച്ച് വലയിലാക്കും. സുഖം കൊതിച്ചെത്തിയാൽ ഭീഷണിപ്പെടുത്തി നഗ്നനാക്കി ഫോട്ടോ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യും. ജിന്നുമ ആദ്യം സ്പെഷ്യലൈസ് ചെയ്തത് ഹണി ട്രാപ്പിൽ. രണ്ടാം വേട്ട മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരിയായ പാത്തൂട്ടിയായി ഉറഞ്ഞു തുള്ളിയ ആത്മീയ തട്ടിപ്പും. കാസർഗോഡ് പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണത്തിൽ ആദ്യം സംശയിച്ചത് ഹണി ട്രാപ്പായിരുന്നു. എന്നാൽ ഹാജിയുടെ വീട്ടിലെ സന്ദർശകയായിരുന്ന മന്ത്രവാദിനി ജിന്നുമ്മ ഹണി ട്രാപ്പിലടക്കം നിരവധി തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട ക്രിമിനലായതാണ് സംശയമുയരാൻ കാരണം. ജിന്നുമ്മ എല്ലായ്പ്പോഴും ഇരകളാക്കിയത് സമ്പന്നരെയായിരുന്നു. കാരണം തട്ടിപ്പു നടന്നതായി തിരിച്ചറിഞ്ഞാലും മാനം പോകുമെന്ന് ഭയന്ന് ഒന്നും പുറത്തു പറയാതെ സമ്പന്നർ വിഴുങ്ങും. കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയെ വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ചൗക്കിയിലേക്ക് കൊണ്ടുപോയി ഹണി ട്രാപ്പിൽ കുടുക്കിയ സംഭവത്തിലും ഉദുമ സ്വദേശിയുടെ 16 പവൻ തട്ടിയെടുത്ത സംഭവത്തിലും ജിന്നുമ പ്രതിയായിരുന്നു. കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കി വലയിൽപ്പെടുത്തി വശീകരിച്ച് കാസർഗോഡ് എത്തിച്ച ശേഷം ഭീഷണിപ്പെടുത്തി വസ്ത്രമയപ്പിച്ച് ഫോട്ടോയെടുത്ത് ചിത്രങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കാൻ 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ട കേസിലാണ് ജിന്നുമ ആദ്യം പ്രതിയായത്. ഈ കേസിൽ 14 ദിവസം യുവതി ജയിലിൽ കിടന്നിരുന്നു. അന്ന് ഒപ്പം നിന്നവരാണ് ഇപ്പോഴത്തെ ആത്മീയ തട്ടിപ്പ് സംഘത്തിലുള്ളതെന്നും പോലീസ് പറയുന്നു. ജിന്നുമയുടെ വേട്ട ഇങ്ങനെയാണ്. കാശുണ്ടെന്ന് കണ്ടാലേ ജിന്നുമ്മയും സംഘവും നോട്ടമിടും. വിശദ വിവരങ്ങൾ ആദ്യം തന്നെ ഇവർ ശേഖരിക്കും. കുടുംബ പശ്ചാത്തലമടക്കമുള്ള സകല വിവരങ്ങളും ഇതിലുണ്ടാകും. ശേഷം ജിന്നുമ്മയുടെ സവിശേഷതകൾ ഇരകളെ അറിയിക്കാനും ശ്രമം. സമ്പന്നരുടെ വീടുകളിലെത്തി മന്ത്രവാദിനിയായ ജിന്നുമ്മയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കിയതെന്ന് സംഘത്തിലെ ചിലർ സാക്ഷ്യം പറയും. കാസർഗോഡ് ജില്ലയിലെ ഒട്ടേറെ പണക്കാരുടെ വീടുകളിൽ ഈ സംഘം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സമ്പന്നരായ ഇരകൾ തട്ടിപ്പിൽ വീഴുന്നതോടെ ഘട്ടം ഘട്ടമായി സ്വർണവും പണവും കൈക്കലാക്കുന്നതാണ് പ്രതികളുടെ രീതി. സ്വർണ്ണ നിറമുള്ള കടലാസിൽ അറബി മന്ത്രം എഴുതിയുള്ള തകിടിന് 55,000 രൂപയാണ് മന്ത്രവാദിനിയായ ജിന്നുമ്മ ഈടാക്കിയിരുന്നത്. ഇതിനു പുറമെ കൂടോത്രം കുഴിച്ചെടുക്കലും തകിട് കുഴിച്ചെടുക്കലുമെല്ലാം ഇതിൽ ഉൾപ്പെടും. അർദ്ധരാത്രിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ മന്ത്രവാദത്തിനു ശേഷം ജിന്നുമ്മ പാത്തൂട്ടിയായി ഉറഞ്ഞുതുള്ളും. മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരിയാണ് പാത്തൂട്ടിയെന്നും പാത്തൂട്ടിയുടെ ആത്മാവാണ് ജിന്നുമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതെന്നും ഇവർ വിശ്വസിപ്പിക്കും. പാത്തൂട്ടിയായി ഉറഞ്ഞുതുള്ളുന്ന ജിന്നുമ്മ ഈ ഘട്ടത്തിലാണ് അവസാന പരിഹാരക്രിയകൾ നിർദ്ദേശിക്കുക. ഇതിനുശേഷവും പ്രതികൾ സ്വർണവും പണവും കൈക്കലാക്കും. മന്ത്രവാദത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിക്കുമ്പോഴേക്കും വൻ തുകയുടെ സ്വർണമാകും പ്രതികൾ തട്ടിയെടുത്തിരിക്കുക. തട്ടിപ്പിനിരയാകുന്നവരെല്ലാം സമ്പന്നരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരും ആയതിനാൽ ആരും പരാതിയൊന്നും നൽകാറില്ല. ഇതായിരുന്നു പ്രതികളുടെ ആത്മവിശ്വാസവും. ഇത്തരത്തിൽ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന പേരിലാണ് ഗഫൂറിനെ കുടുക്കിയതും. അബ്ദുൾ ഗഫൂറിന്റെ കൊലപാതകത്തിൽ മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂളിക്കുന്ന് സ്വദേശിനി ജിന്നുമ എന്ന ഷമീമ, ഇവരുടെ ഭർത്താവ് ഉബേസ്, പൂച്ചക്കാട് സ്വദേശിനി അഫ്സിന, മധൂർ സ്വദേശി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത്. സ്വർണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൾ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് പ്രതികൾ മന്ത്രവാദം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. സ്വർണം മുന്നിൽ വെച്ചായിരുന്നു മന്ത്രവാദം. ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു കൊലപാതകം. ഇതുവഴി അബ്ദുൾ ഗഫൂറിൽ നിന്ന് 596 പവൻ സ്വർണമാണ് മന്ത്രവാദ സംഘം തട്ടി